ശബരിമല യുവതീ പ്രവേശന കേസ് അതിന്റെ എല്ലാ മാനങ്ങളും കടന്ന് ഇപ്പോൾ ഒരു വലിയ ഭരണഘടനാ ബെഞ്ചിന്റെ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ മുൻപിലാണ്. അത് കേവലം ശബരിമല യുവതീ പ്രവേശനം മാത്രമല്ല, ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അത് മറ്റ് പല മതക്കാരും അതിനകത്ത് കയറിയിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ഭരണഘടനാ അവകാശങ്ങളുമായി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പുരുഷ വിവേചനവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ അതിലുണ്ട്. ഏതെങ്കിലും ഒരു ആചാരം കുറെ ആളുകളുടെ മൗലികാവകാശം ലംഘിക്കാൻ ഇടവരുന്നുവെങ്കിൽ അതാകാമോ തുടങ്ങിയ വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അടിസ്ഥാനപരമായ ഹർജി നൽകിയത് ഇപ്പോൾ അതിലെ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് നാഗരത്നമ്മ ചോദിച്ച പ്രധാന ചോദ്യം, അടിസ്ഥാനപരമായി ഈ ഹർജി നൽകിയവർ ആരാണ്? അവർ ദൈവവിശ്വാസികളാണോ? ചോദ്യത്തിന് പല അർത്ഥങ്ങളുണ്ട്. ദൈവവിശ്വാസികളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരാചാരത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്നു. ഒരാചാരം മൗലികാവകാശ ലംഘനമാണെങ്കിൽ അത് ആർക്കും ചോദ്യം ചെയ്യാം എന്നാണ് ഇതുവരെയുള്ള ഭരണഘടനാ നിയമം. മാത്രമല്ല, ഒട്ടനവധി ദുരാചാരങ്ങൾ നമ്മൾ റദ്ദാക്കിയത് നിയമം ലംഘിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹമോ ഗുരുവായൂർ സത്യാഗ്രഹമോ അതുപോലെ നിരവധി മഹാത്മാ അയ്യങ്കാളി വഴി നടന്നുണ്ടാക്കിയതോ നിലവിലുള്ള ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ചരിത്രം മുമ്പേറിയിട്ടുള്ളത്. കാരണം ആചാരങ്ങൾ ജാതി വിവേചനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഇവിടെ ലിംഗവിവേചനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് യുവതീ പ്രവേശനം തടയുന്ന സംഗതി. അതിലുണ്ടോ? പറഞ്ഞാണ് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ നാഗരത്നമ്മയുടെ ചോദ്യം, ഇത് ഉയർത്താൻ ആർക്കാണ് അവകാശം? അവിടെ എനിക്ക് ഉറപ്പായി പറയാനുള്ളത്, മനുഷ്യാവകാശങ്ങളോ മറ്റു പൗരാവകാശങ്ങളോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മൗലികാവകാശങ്ങളോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ലംഘിക്കപ്പെടുന്നു എന്ന് വന്നാൽ അത് ആചാരമാണ് എന്നതുകൊണ്ട് മാത്രമല്ല. ഇപ്പൊ നരബലി ഒരു ആചാരമാണ് ഒരു സമൂഹത്തിനെങ്കിൽ, ഒരാളെ കൊല്ലാൻ ഇപ്പൊ കൊല്ലപ്പെടുന്ന ആൾ സമ്മതിച്ചു എന്ന് തന്നെ വയ്ക്കുക. സതി ഒരാചാരമാണ്. കൊല്ലപ്പെട്ട ഈ സ്ത്രീ പറയാണ് ഞാൻ ചാടിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ പോലും സതി, ആത്മഹത്യ പോലും കുറ്റമായൊരു നിയമ സംഹിത നമുക്കുള്ളത്. അപ്പൊ സതി നമുക്ക് അംഗീകരിക്കാൻ പറ്റും, ഒരു ആചാരമല്ലേ? അപ്പൊ ഏതാചാരം? ഇവിടെ വലിയൊരു ചോദ്യം. മറ്റൊരുത്തന്റെ മൗലികാവകാശം ലംഘിക്കുന്നതാണെങ്കിൽ ആചാരത്തിന് സംരക്ഷണം കൊടുക്കാമോ? അങ്ങനെ മൗലികാവകാശം ലംഘിക്കപ്പെടുന്നുവെങ്കിൽ ഈ ആചാരത്തിൽ വിശ്വസിക്കാത്ത ആൾക്കും ആ മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കും അത് കൊടുത്തുവിടാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, എനിക്കൊരു മതമുണ്ട്, എന്റെ മതത്തിൽ ശിശുബലി എന്റെ മതത്തിന്റെ ഒരു ആചാരമാണ്. നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ പറയുന്ന സാത്താനല്ലോ എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലോ, നിങ്ങൾ എന്തിനാ പിന്നെ എന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചൂടെ? അപ്പൊ വളരെ ഇരുതല മൂർച്ചയുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് നാഗരത്നമ്മ ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ മറുപടി എന്താവും, ഇതെങ്ങനെയൊക്കെ കൊള്ളും എന്ന് നമുക്കറിയില്ല. ഇന്ന് കോടതികൾ പോലും അത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകുന്ന വിധികളല്ല പലതും വരുന്നത് എന്നതുകൊണ്ട് അല്പം ഭയത്തോടെ തന്നെയാണ് ഞാനിതിനെ കാണുന്നത്.